ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കീസാണ്, സ്നോബോൾ കുക്കീസ്. മെൽറ്റിംഗ് മൊമെൻറ്റ്സ് എന്നൊരു പേര് കൂടിയുണ്ട് ഈ കുക്കീസിന്. അതായത് നമ്മൾ വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുക്കീസാണിത്. ഈ സ്നോബോൾ കുക്കീസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കിയാന്ന് പറഞ്ഞല്ലോ, ആ സോഫ്റ്റ്നെസ് ഇതിന് കിട്ടുന്നത് നമ്മൾ ഈ കോൺഫ്ലവർ ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ 1/4 കപ്പ് ഐസിങ് ഷുഗർ. ഈ 1/4 കപ്പ് ഐസിങ് ഷുഗർ എന്നുള്ളത് ഈ കുക്കി ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് വീണ്ടും ഒരു 1/4 മുതൽ 1/2 കപ്പ് ഐസിങ് ഷുഗർ വരെ വേണ്ടി വരും. അത് നമ്മൾ ഈ കുക്കീസ് ബേക്ക് ചെയ്തതിന് ശേഷം ഐസിങ് ഷുഗറിൽ ഒന്നുകൂടെ ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ വനില എസൻസ്, പിന്നെ ബട്ടർ. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 200 ഗ്രാം ബട്ടർ ഉണ്ട്, അതായത് ഏകദേശം 1 കപ്പ് ബട്ടർ. ആദ്യം ചെയ്യേണ്ടത് ഈ മൈദയും കോൺഫ്ലവറും ഉപ്പും ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലവർ, 1/2 കപ്പ് കോൺഫ്ലവർ ആണിത്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ. ഇത് ആദ്യം ഈ സ്പൂണും കൊണ്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയെ കൂടെ ഇത് 2 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ മൈദയും കോൺഫ്ലവറും ഉപ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ മൈദയിലേക്ക് ചേർത്തിരിക്കുന്ന കോൺഫ്ലവറും ഉപ്പും ആ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും നല്ല ഈവൻ ആയിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ ആ മൈദയും കോൺഫ്ലവറും ഉപ്പും നല്ല ഈവൻ ആയിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ബട്ടറും ഐസിങ് ഷുഗറും കൂടെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലും അതുപോലെ തന്നെ ഈ ബീറ്ററിലും ഒരല്പം പോലും വെള്ളത്തിൻ്റെ മയം ഉണ്ടാവാൻ പാടില്ല. ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് ഈ ബട്ടർ മാത്രം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. ഒരു മണിക്കൂർ മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ ആ തണുപ്പെല്ലാം ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലായതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ബട്ടർ ഒന്ന് ചെറുതായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് നല്ലപോലെ നല്ല ക്രീമി ആയി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ബട്ടറും ഐസിങ് ഷുഗറും നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആ വനില എസൻസും ഇതുമായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലവറും ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബീറ്റർ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഷേപ്പോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫേം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിംഗ് റാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നോക്കിയാൽ അറിയാം, കണ്ടോ, ഇത് നല്ല ഫേം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി റോൾ ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെ മൈക്രോവേവ് അവൻ ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യണം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ട്രേ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടിലും ഞാൻ പാർച്ച്മെന്റ് പേപ്പർ കട്ട് ചെയ്ത് വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡോയിൽ നിന്ന് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്ത് വെച്ച് കൊടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഈ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ കുക്കീസ് കുറച്ചുകൂടെ ഒന്ന് വലുതാവും. അപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കരുത്, അതിന് മാത്രമുള്ള ഗ്യാപ്പ് വിടണം. ആ കുക്കി ഡോ മുഴുവൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവിൽ നിന്ന് എനിക്ക് 31 കുക്കീസിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ആണ് ഞാൻ സാധാരണ ഇത് ബേക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഈ 15 മിനിറ്റ്സ് എന്നുള്ളത് ഓരോ മൈക്രോവേവ് അവനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറും. അപ്പോൾ ഒരു 12 മിനിറ്റ്സ് ആകുമ്പോഴേ ഒന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുക. പിന്നെ ഈ കുക്കീസ് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടിഭാഗം അതിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കുക്കീസ് റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ആ കുക്കീസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുക്കീസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇപ്പോൾ ഈ കുക്കീസ് നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. ഞാൻ അവനിൽ നിന്ന് പുറത്തെടുത്തതേ ഉള്ളൂ. ഇതിനി ഇങ്ങനെ ഒരു 3-4 മിനിറ്റും കൂടെ ഇതേ ബേക്കിംഗ് ട്രേയിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ നല്ല ചൂടൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ വിതറി കൊടുക്കാം. ആ നല്ല ചൂടങ്ങ് മാറി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആ കുക്കീസ് എല്ലാം ഇതുപോലൊരു വയർ റാക്കിലേക്ക് മാറ്റി. ഇപ്പോഴും ഈ കുക്കീസിന് ചൂടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസിങ് ഷുഗർ ഇതുപോലെ വിതറി കൊടുക്കാം. ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ വേണം ഈ ഐസിങ് ഷുഗർ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ ആ ഐസിങ് ഷുഗർ അതിലേക്ക് നല്ലപോലെ പിടിച്ചിരിക്കത്തുള്ളൂ. ഇനി ഇങ്ങനെ വിതറി കൊടുക്കുക അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് ഐസിങ് ഷുഗർ എടുത്തിട്ട് ഈ ഓരോ കുക്കീസും അതിൽ ഒന്നൊന്ന് റോൾ ചെയ്തെടുക്കാം. ഏത് രീതിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഐസിങ് ഷുഗറും കൂടെ വരുമ്പോഴേ ഉള്ളൂ നമ്മുടെ കുക്കീസിൻ്റെ മധുരം നല്ല കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ കണ്ടാൽ സ്നോ വീണതുപോലെ തന്നെ ഉണ്ട് അല്ലേ? അങ്ങനെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഒരു കുക്കീസും കൂടെയാണ്. അതായത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരു 1-2 ആഴ്ചയൊക്കെ യാതൊരു കേടും കൂടാതെ ഇരുന്നോളും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.